സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സംഗതി ചെറുതല്ല. ഇന്ന ജഹന്നമ കാനത് മിർസാദാ. ജഹന്നം നോക്കി നിൽക്കുന്ന, നിരീക്ഷിക്കാൻ വേണ്ടി നിരീക്ഷണ സ്ഥലമാണ്. ഓരോരുത്തരെയും നിരീക്ഷിക്കാനുള്ള സ്ഥലം. അതേ നടന്നു പോകുന്ന ആ വഴിയിൽ അങ്ങനെ നോക്കി നിൽക്കും ആളുകൾ. ചിലരൊക്കെ മുന്നിൽ പോയി പിറകെ വന്നിരുന്ന ആളുകളെ കാണാനില്ല. കാണാതെയാകുമ്പോ പിന്നെ അവർ തെരഞ്ഞു നോക്കുമ്പോ കാണുന്നത് ജഹീമിലാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ജഹന്നം കാനത്ത് മിർസ്വാദാ. അതേ കാവൽക്കാരായ മലക്കുകൾ നിരീക്ഷിക്കാൻ വേണ്ടി നോക്കി നിൽക്കുന്ന സ്ഥലമാണ്. സഹോദരങ്ങളെ, മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞു, മിർസ്വാദ് എന്ന വാക്കിന്റെ അർത്ഥം ഇസ്മുൽ ലിൽ മക്കാനില്ലദീ യുർസദു ഫീഹി. നിരീക്ഷിക്കാനുള്ള സ്ഥലം. ആരാണ് നിരീക്ഷണത്തിനുള്ളത്? അതേ ജഹന്നമിന്റെ കാവൽക്കാരായ 19 മലക്കുകൾ. അത് എത്രയും മലക്കുകൾ ഉണ്ടായിട്ട് 19 ഉള്ളൂ ആകെ. അലൈഹാ 19. ആ നരകത്തിന്റെ മുകളിൽ 19 മലക്കുകളുണ്ട്. 19 മതിയോ? എന്തിനാ 19? അവരുടെ രൂപഭാവം കേൾക്കുമ്പോ ഒന്ന് തന്നെ ധാരാളമാണ്. കാരണം ഒരൊറ്റ മലക്കിന്റെ രൂപം വിശദീകരിച്ചപ്പോ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ ബൈന മൻകിബൈ അഹദിഹിം. ആ മലക്കുകളിൽ ഒരാളുടെ 2 തോളിനിടയിലുള്ള അകലം, വിശാലത, ഖമാ ബൈനൽ മശ്രിഖി വൽ മഗ്രിബ്. മശ്രിഖ് മഗ്രിബിന്റെ ഇടയിലുള്ള അത്രയും വിശാലതയുണ്ട്. ഒരൊറ്റ മലക്കിന്റെ 2 ചുമലിന്റെ ഇടയിലുള്ള അകലമാ പറഞ്ഞത്. ജീവിതത്തിലൊന്ന് കൂട്ടി നോക്കൂ, എന്തായിരിക്കും ആ മലക്ക്? കാണുമ്പോ തന്നെ ആരാ പേടിക്കാതിരിക്കുക സഹോദരങ്ങളെ? നരകം കാക്കുന്ന മലക്കിനെ കണ്ട് പേടിച്ച നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. തങ്ങൾ പേടിച്ചെങ്കിൽ പിന്നെ നമ്മൾ കാര്യം പറയാനില്ല. നമുക്ക് ഡിഗ്രി എത്രയെന്നേ പിന്നെ ചോദിക്കാനുള്ളൂ. പേടികൊണ്ട് ഡൗൺ ആകുമെന്നേ പിന്നെ ചിന്തിക്കാനുള്ളൂ. മിറാജ് നടത്തിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജഹന്നമൊക്കെ കാണുന്നതിന്റെ മുമ്പ് ജഹന്നമിന്റെ മുന്നിൽ തന്നെ നിൽക്കുന്നു. നല്ല ദണ്ടും പിടിച്ചിട്ട് ഒരു മലക്ക്, നല്ല ഗൗരവ പ്രകൃതത്തിലാ നിൽക്കുന്നത്. അപ്പോ തങ്ങളൊന്ന് സലാം പറഞ്ഞപ്പോ സലാം മടക്കി തങ്ങളൊന്ന് ചിരിച്ചു. ഒരു സൗഹൃദത്തിന്റെ, ഒരു പരിചയത്തിന്റെ ചിരി. പക്ഷെ തിരിച്ചിങ്ങോട്ട് ചിരിയില്ല. ആ ഗൗരവത്തിലങ്ങനെയുള്ള നൃത്തം. ആ നൃത്തം കണ്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന് ഭയന്നുപോയി. ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിച്ചു, ജിബ്രീലെ, ആരാണ് ഈ നിൽക്കുന്നത്? ഈ നിൽക്കുന്നത് ആരാണ്? ആരുമല്ല നബിയേ, മാലിക്കുൻ ഖാസിനുൻ നാർ. നരകം കാക്കാൻ അല്ലാഹു ഏൽപ്പിച്ച മലക്കുകളുടെ ക്യാപ്റ്റനില്ലേ, അതാണ് ആ മാലിക് അലൈഹിസ്സലാമാണ് ആ നിൽക്കുന്നത്. നരകത്തിന്റെ കാവൽ ചുമതല ഏൽപ്പിച്ച മലക്കുകളുടെ നേതാവ് മാലിക് അലൈഹിസ്സലാമാണ് നിൽക്കുന്നത്. ജിബ്രീൽ അലൈഹിസ്സലാം ചോദിച്ചു, തങ്ങൾ സലാം ചൊല്ലിയോ? ഞാൻ സലാം പറഞ്ഞു. സലാം മടക്കിയോ നബിയെ? സലാം മടക്കി. തങ്ങൾ ചിരിച്ചോ? ഞാനൊന്ന് ചിരിച്ചു നോക്കി. എന്നിട്ട് തിരിച്ച് എന്ത് കിട്ടി? തിരിച്ച് ചിരിച്ചില്ല. തങ്ങളോട് ചിരിച്ചിട്ടില്ലെങ്കിൽ ലാ യൽഹഖു ഇലാ അഹദിൻ അബദാ. ഇനി ലോകത്ത് ഒരാളോടും ഒരു കാലത്തും ചിരിക്കുകയില്ല. എന്താണെന്നറിയോ നബിയേ? ചിരി അറിയാത്തത് കൊണ്ടാണ്. കാവൽ നിൽക്കുന്നത് നരകത്തിനാണല്ലോ. തങ്ങളോട് ഒരു വെറുപ്പില്ല, തങ്ങളോടൊരു വിരോധവും ഇല്ല. പക്ഷേ കാവൽ നിൽക്കുന്നത് നരകത്തിനായതുകൊണ്ട് ചിരി അറിയാതെ പോയതാണ്. അതുകൊണ്ടാണ് ആ ഗൗരവത്തിലുള്ള നൃത്തം. സഹോദരങ്ങളെ, നരകം കാക്കുന്ന മലക്കുകൾ ഗിലാദുൻ ഷിദാദ്,
നല്ല ശക്തന്മാരും നല്ല ഗൗരവ പ്രതികരണമുള്ളവരുമാണ്. അവരുടെ ഊക്കിന്റെ ഒറ്റ ദണ്ടിന്റെ അടി കൊണ്ട് ഒറ്റ അടി അടിച്ചാൽ ഹദീസിൽ കാണാം 19 മലക്കുകളിൽ ഒരു മലക്ക് നരകത്തിന്റെ ഒരു ഭാഗത്ത് ദണ്ട് കൊണ്ട് ഒരു അടി അടിച്ചാൽ ആ ഒരൊറ്റ അടിയുടെ ആഘാതം എത്തുന്നത് 70,000 ആളുകളിലാണ്. ഒരൊറ്റ മലക്കിന്റെ ഒറ്റ അടിയുടെ ആഘാതം എത്തുന്നത്, അതിന്റെ പ്രതിഫലനം എത്തുന്നത് 70,000 ആളുകളിലാണ്. സുബ്ഹാന മൻ ജല്ല ജലാലുഹു. ഇതൊരു സാധാരണ രൂപത്തിലല്ല അല്ലാഹു ഇവരെ സൃഷ്ടിച്ചിരിക്കുന്നത്. ആ മലക്കുകൾ ഇങ്ങനെ നോക്കി നിൽക്കുന്നൊരു നേരമാണ്. ഇന്ന ജഹന്നമ കാനത് മിർസാദാ. അതേ, ജഹന്നം എന്ന് പറയുന്നത് കാനത് മിർസാദൻ, നിരീക്ഷിക്കുന്ന സ്ഥലമാണ്. ജഹന്നമിന്റെ കാവൽക്കാര് ശരിക്കു നോക്കും ജഹന്നമിലേക്കുള്ള ആളുകൾ എവിടെ. ജഹന്നമിലേക്കുള്ള ആളുകൾ അവർക്ക് തിരിച്ചറിയുമോ? അറിയും. ജഹന്നമിലേക്ക് പോകാനുള്ളവർക്ക് ചില അടയാളങ്ങളുണ്ട് എന്ന് ഖുർആൻ പറഞ്ഞില്ലേ? യുറഫുൽ മുജ്രിമൂന ബിസീമാഹും ഫയുഖദു ബിന്നവാസി വല്ലഖ്ദാം. കുറ്റവാളികളുടെ മുഖത്ത് അടയാളങ്ങളുണ്ട്. ആ അടയാളങ്ങളുള്ളവരെ കാണുമ്പോ ഇവരെ കയ്യിൽ കൊക്കയുണ്ട്, സബാനിയത്തിന്റെ കയ്യില്. അതുകൊണ്ട് കറക്റ്റ് അങ്ങോട്ട് കൊളത്തി വലിക്കും. അതിനാണ് കാത് അല്ലാഹു ഇങ്ങനെ സൃഷ്ടിച്ചത്. എവിടെയും കൊളത്ത് പിടിക്കാൻ പറ്റുന്ന ഒരു അവയവമാണ് കാത്. എവിടെയും കൊളത്ത് വീഴും. ഒന്ന് ചെറിയ കൊക്ക് കിട്ടുമ്പോൾ ഒന്ന് കൊളത്തി വലിച്ചുകൊണ്ട് എവിടെയും വീഴും കൊളത്ത്. അതിനാണ് അല്ലാഹു കാത് ഇങ്ങനെ സംവിധാനിച്ചത്. അല്ലാണ്ട് ആരെ കാതും ഒന്ന് പ്ലെയിനായിട്ട് പരത്തി കൊടുക്കത്. എല്ലാവരെ കാതും കണ്ടില്ല ആകൃതി ഇങ്ങനെ കൊളത്താനാണ്. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. അടയാളം കാണുമ്പോൾ അവർ കൊളത്തും. അത് നിരീക്ഷിച്ച് നിൽക്കുകയാണ്. ആരൊക്കെയാണ്? കൊളത്ത് വീണോ, വലിയിൽപ്പെട്ടോ, പിന്നെ പോയി കിടക്കാനുള്ളത് സഹോദരങ്ങളെ ശിക്ഷയുടെ ഗർത്തത്തിലേക്കാണ്. വിവിധതരം ശിക്ഷയുടെ കേന്ദ്രങ്ങളാണ്. സുഖം എന്ന് പറയുന്നത് തെല്ലുപോലും കിട്ടാത്ത സ്ഥലമാണ് നരകം. ഇവിടെ തന്നെ ഒന്ന് ആലോചിച്ചു നോക്കൂ. കിടക്കുന്ന റൂമിൽ ഞാനും നിങ്ങളും ഒന്ന് കിടന്നിട്ട് യാതൊരു നിലക്കും പുറത്ത് കിടക്കാൻ കഴിയാത്ത രൂപത്തിൽ ഭദ്രമായി വാതിൽ പൂട്ടിയിട്ടുണ്ട് എന്ന് സങ്കല്പിച്ചോളൂ. വാതിൽ ഭദ്രമായി പൂട്ടിയിട്ടുണ്ട്. താക്കോലുകളൊന്നും നമ്മുടെ കയ്യിലില്ല. ആ റൂമിൽ നോക്കുമ്പോൾ നേരത്തെ ഫാനുണ്ട്, AC ഉണ്ട്. കറന്റ് പെട്ടെന്നങ്ങ് ഓഫായി. വൈദ്യുതി നിലച്ചിട്ട് കാറ്റുമില്ല, തണുപ്പുമില്ല. കിടക്കുന്ന ഒരു റൂമിൽ, ഒരു 10x10 വിശാലതയുള്ള റൂമിൽ ചൂടൊന്ന് കൂടിയാൽ നമ്മുടെ ശരീരത്തിലുള്ള വെള്ളങ്ങൾ, ജലാംശങ്ങളൊക്കെ വിയർത്ത് കുളിച്ച് ഒഴുക്കി വന്നാൽ, ദാഹത്തിന് വല്ലാതെ വീർപ്പുമുട്ടിയിട്ട് വിഷമിച്ചാൽ, പുറത്തുനിന്ന് ഒരു സഹായവും കിട്ടാത്ത ഒരു മണിക്കൂർ മുന്നോട്ട് പോകുമ്പോ എത്രമാത്രം സാഹസികതയുണ്ട്. ഇത് നരകലോകമാണ്. നരകലോകത്ത് ഒരു സുഖവും പ്രതീക്ഷിക്കേണ്ടതില്ല. അള്ളാഹു എണ്ണിപ്പറയുന്നുണ്ട് നരകത്തിന്റെ കഥകൾ. ഇരിക്കട്ടെ, ഇത് പറഞ്ഞിടത്ത് തന്നെ ഇമാം ബൈളാവി റളിയല്ലാഹു അൻഹു പറഞ്ഞു, കാനത്ത് മിർസ്വാദൻ എന്ന് പറയുന്നത് നിരീക്ഷണ സ്ഥലം എന്നല്ലേ അർത്ഥം വെച്ചത്. 2 കൂട്ടം മലക്കുകളുണ്ട്. ഖസനത്തുൽ ജന്നത്തി അൽ മുഅ്മിനീൻ, സ്വർഗത്തിന്റെ കാവൽക്കാര് മുഅ്മിനീങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. എന്തിന്? ലിയഹ്റുസൂഹും മിൻ ഫൈഹിഹാ, ഈ നരകത്തിന്റെ ഉഷ്ണക്കാറ്റിൽ നിന്ന് അവർക്ക് കാവൽ കൊടുത്തിട്ട് സന്തോഷപൂർവം അവരെ കൊണ്ടുപോകാൻ വേണ്ടി സ്വർഗത്തിന്റെ കാവൽക്കാരും അവിടെയുണ്ട്. ആ റൂട്ടിലുണ്ട്. ആ റൂട്ടിൽ അവരും കാത്തിരിക്കുന്നുണ്ട്. നരകത്തിന്റെ ആൾക്കാര് മാത്രമല്ല, ഖുർആനിൽ അള്ളാഹു ഇത്രേ പറഞ്ഞിട്ടുള്ളൂ, കാനത്ത് മിർസാദൻ.
നിരീക്ഷിക്കുന്ന സ്ഥലമാണ് എന്നാ പറഞ്ഞത്. രണ്ട് നിരീക്ഷകരും ഉണ്ട്. നരകത്തിലേക്ക് പോകാനുള്ള ഹതഭാഗ്യരെ നിരീക്ഷിക്കുന്ന സബാനിയത്തുണ്ട്. സ്വർഗത്തിലേക്ക് പോകാനുള്ള മൂമിനീങ്ങളെ കാത്തിരിക്കുന്ന സ്വർഗത്തിന്റെ കാവൽക്കാരായ മലക്കുകളും ഉണ്ട്. ഈ മൂമിനീങ്ങൾക്ക് നരകത്തിന്റെ ചൂടുകാറ്റോ, നരകത്തിന്റെ ദുർഗന്ധമോ, നരകത്തിന്റെ ആളലോ, നരകത്തിന്റെ ശബ്ദമോ ഒന്നും കേൾക്കാത്ത രൂപത്തിൽ ഭയപ്പാടൊന്നും വരാതെ സിറാത്തിലൂടെ അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടി അങ്ങനെ കാത്തിരിക്കുന്ന സ്വർഗത്തിന്റെ